മാധ്യമങ്ങൾ പറയുന്നതും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറഞ്ഞു പഠിക്കുന്നതുമായ ഒരു ചരിത്രമാണ് കേരളത്തിലെ ആദ്യ സംഘ പശ്ചാത്തലമുള്ള നിയമസഭാ സാമാജികൻ ഒ രാജഗോപാൽ ആയിരുന്നു എന്നത്. 2016 നേമം മണ്ഡലത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ച് കേരള നിയമസഭയിലെ MLA ആയി മാറി. അത് സത്യം തന്നെ. എന്നാൽ അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1942 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു പ്രധാന പ്രവർത്തകൻ തിരുക്കൊച്ചി നിയമസഭയിൽ സാമാജികനായിരുന്നു എന്നത് കൗതുകം നിറഞ്ഞ ഒരു ചരിത്രമാണ്. തിരുവിതാംകൂറിലെ ആദ്യ നിയമസഭയിലും തിരുക്കൊച്ചിയിലെ ആദ്യ നിയമസഭയിലും മാന്നാർ ഉൾപ്പെടുന്ന തിരുവല്ല മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ആയിരുന്ന ഒരു സ്വയം സേവകൻ. അതും 1942 നാഗ്പൂരിൽ പോയി സംഘത്തിന്റെ OTC പ്രശിക്ഷണം നടത്തിയ ആദ്യ 3 മലയാളികളിൽ ഒരാളായ അഡ്വക്കേറ്റ് മാന്നാർ ഗോപാലൻ നായർ BA BL ആയിരുന്നു ആ വ്യക്തി. ആദ്യമായി ഇദ്ദേഹത്തിന്റെ സംഘ പശ്ചാത്തലം നമുക്ക് ഒന്ന് നോക്കാം. 1925 സംഘരൂപീകരണത്തിനു ശേഷം കേരളത്തിലെത്തിയ ആദ്യകാല പ്രചാരകന്മാരുടെ സമ്പർക്കവും പ്രോത്സാഹനവും നിമിത്തം 1942 നാഗ്പൂരിൽ നടന്ന സംഘശിക്ഷാ വർഗിലാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി പ്രതിനിധികൾ പങ്കെടുത്തത്. മാന്നാർ ഗോപാലൻ നായർ, അമ്പാളി കരുണാകരൻ, P കുമാരൻ എന്നിവരായിരുന്നു ഈ 3 വ്യക്തികൾ. മധുക്കർ റാവു ഭാങ് എന്ന പ്രചാരകന്റെ പ്രേരണയിലായിരുന്നു മാന്നാർ ഗോപാലൻ നായരെ സംഘ സ്വയം സേവകൻ ആക്കിയത്. കേരളത്തിലെ ജനസംഘ രൂപീകരണ സമിതിയുടെ ആദ്യ കൺവീനറും ഇദ്ദേഹമായിരുന്നു. സംഘം എന്താണെന്ന് പോലും മലയാളികൾ അറിയാതിരുന്ന 82 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കിയ അപൂർവ വ്യക്തിത്വം. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു 1948 ഫെബ്രുവരി 2 മുതൽ 18 വരെ നടന്ന തിരുവിതാംകൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയം ജില്ലയുടെ അതിർത്തിയായ ഇടിഞ്ഞില്ലം മുതൽ മാവേലിക്കര പ്രായിക്കര മണ്ഡപത്തിൻ കടവ് വരെ നീണ്ടുകിടന്നിരുന്ന ഈ ഒരു മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ മാന്നാർ ഗോപാലൻ നായർ. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കുളങ്ങേരത്ത് കേശവപിള്ളയെ പരാജയപ്പെടുത്തി അങ്ങനെ ആദ്യ സാമാജികനായി. അക്കാലത്ത് ജനസംഘം രൂപീകരിച്ചിട്ടില്ലാത്തതിനാലും രാഷ്ട്രീയ സ്വയം സേവക സംഘപ്രവർത്തകർക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാമായിരുന്നതിനാലുമാണ് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അന്ന് മത്സര രംഗത്ത് ഇറങ്ങിയത്. 1942 മാർച്ച് 20 പട്ടം താണുപിള്ള പ്രധാനമന്ത്രിയായും C കേശവൻ, TM വർഗീസ് എന്നിവർ മന്ത്രിമാരുമായി ഭരണം ആരംഭിച്ചു. 120 അംഗങ്ങളുണ്ടായിരുന്ന ആ സഭയുടെ ആദ്യത്തെ പേര് ട്രാവൻകൂർ റെപ്രസെന്റേറ്റീവ് ബോഡി എന്നായിരുന്നു. തുടർന്ന് 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇരു രാജ്യങ്ങളിലെയും നിയമസഭകൾ യോജിച്ച് തിരുക്കൊച്ചി നിയമസഭ രൂപം കൊണ്ടു. 1953 വരെയായിരുന്നു ഈ സഭയുടെ കാലാവധി. അങ്ങനെ തിരുവിതാംകൂറിലെയും തിരുക്കൊച്ചിയിലെയും ആദ്യ നിയമസഭയിൽ പ്രതിനിധീകരിച്ച ഈ സ്വയം സേവകൻ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. കേരള നിയമസഭയുടെ ആർക്കൈവ്സിൽ ഇദ്ദേഹത്തിന്റെ സഭാ നിയമ നടപടികളുടെ രേഖകളുണ്ട്. തിരുവിതാംകൂറിലെ റവന്യൂ ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട 1949 ഓഗസ്റ്റ് 20 നിയമസഭയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലിന്റെയും രേഖകൾ ഞങ്ങൾ ഇതിനൊപ്പം തന്നെ കാണിക്കുന്നുണ്ട്. കുട്ടമ്പേരൂർ വിളയിൽ വീട്ടിൽ 1904 വെരൂർ കിഴക്കേക്കരയിൽ നാരായണൻ നായർ കാളിയമ്മ ദമ്പതികളുടെ മകനായാണ് അദ്ദേഹം ജനിച്ചത്. കുട്ടമ്പേരൂർ ഊട്ടുപറമ്പ് MDLPS മാന്നാർ നായർ സമാജം സ്കൂൾ, തിരുവനന്തപുരം യൂണി കോളേജ്, തിരുവനന്തപുരം ലോ കോളേജ് എന്നിവിടങ്ങളിലാണ് അദ്ദേഹം പഠനം നടത്തിയത്. ചെങ്ങന്നൂർ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചുവെങ്കിലും തുടർന്ന് തിരുവനന്തപുരം ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. സ്വതന്ത്ര സമര സേനാനി എന്ന നിലയിൽ ഇന്ദിരാഗാന്ധി താമ്രപത്രം നൽകി 1972 അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 1973 തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റായും പ്രവർത്തിച്ചു. പട്ടത്തായിരുന്നു താമസം. ഇദ്ദേഹത്തിന്റെ വീട് നിന്നിരുന്ന സ്ഥലം മാന്നാർ കോമ്പൗണ്ട് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. നിരവധി ചരിത്ര സംഭവങ്ങൾക്കും ദൃക്സാക്ഷിയായിരുന്നു അദ്ദേഹം. 1937 ജനുവരിയിൽ മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹം തട്ടാരമ്പലത്തിൽ ജനുവരി 17 എത്തിച്ചേർന്നു. അന്ന് ശ്രീ ശുഭാനന്ദ ഗുരുദേവനും ഗാന്ധിയുമായി നടന്ന സംഭാഷണം തർജിമ ചെയ്തത് മാന്നാർ ഗോപാലൻ നായരായിരുന്നു എന്നത് ചരിത്രം സാക്ഷ്യമാണ്. മികച്ചൊരു സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന അദ്ദേഹം ഭഗവത്ഗീതയുടെ മലയാള വിവർത്തനം, ശിവാജി പട്ടാഭിഷേകം, കഥകളി,
ഗീതോപദേശം, കഥകളി ശ്രീകൃഷ്ണ ചരിതം, കഥകളി അമൃതകലശം, കഥകളി ഭാരത ദർശനം, ഖണ്ഡകാവ്യം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ആസ്പദമാക്കി എഴുതിയ വീരഭരതം, ഓട്ടൻതുള്ളൽ തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും തിരുവനന്തപുരം ചന്ദ്രിക ബുക്ക് ഡിപ്പോ ഉടമയുമായിരുന്നു അദ്ദേഹം. ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ, അഭേദാനന്ദ സ്വാമികൾ തുടങ്ങിയ സന്യാസി വര്യന്മാരുമായും ശ്രീ ദീനദയാൽ ഉപാധ്യായ, ശ്രീ ഗുരുജി ഗോൾവാക്കർ, മന്നത്ത് പത്മനാഭൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സ്ഥാപകരിൽ പ്രധാനിയായ SS ആപ്തെ, പട്ടം താണുപിള്ള, പറവൂർ TK നാരായണപിള്ള, P പരമേശ്വരൻ തുടങ്ങിയ മഹത് വ്യക്തികളുമായും വളരെ അടുപ്പം പുലർത്തിയിരുന്നു അദ്ദേഹം. അതെ, കേരളത്തിലെ സംഘചരിത്രത്തിലെ തന്നെ മറക്കാൻ സാധിക്കാത്ത ആ പുണ്യാത്മാവിന് മുൻപിൽ പ്രണാമം.